ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ കൃപാഭിഷേകത്തിൻ്റെ ഈ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കേണ്ട വചനം 1 കൊറിന്തോസ് 10-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവചനം. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില വചനഭാഗങ്ങൾ വായിക്കുന്നു. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നു വന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് ചിതറിക്കപ്പെട്ടു. അവരെപ്പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാണ്. അവരിൽ ചിലരെപ്പോലെ നിങ്ങൾ വിഗ്രഹ ആരാധകർ ആകരുത്. തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അവരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അവർ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പ് കടിയേറ്റ് മരിച്ചു. അവർ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കുകയും അരുത്. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്കൊരു പാഠമേകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആകയാൽ നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗലോസ്ലീഹ വിഗ്രഹ ആരാധനയ്ക്കെതിരെ കൊറിന്ത്യസിലെ സഭാസമൂഹത്തിന് കൊടുക്കുന്ന ശക്തമായൊരു തിരുവചനമാണിത്. ഇതിൻ്റെ ഓരോ വചനവും ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിലായിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുക, മോശയുടെ നേതൃത്വത്തിൽ ദൈവജനം ഈജിപ്തിൽ നിന്ന് പുറത്തു വരുന്നു. കാനാൻ ദേശത്തേക്ക് പോകുന്നു. അവർ മരുഭൂമിയിൽ കഴിയുന്ന കാലഘട്ടം, മേഘത്തണൽ കിട്ടുന്ന കാലഘട്ടം, അഗ്നിസ്തംഭം പ്രകാശമായിട്ട് അവർക്ക് കിട്ടുന്ന കാലഘട്ടം, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കാലഘട്ടം, ദൈവം അവരെ പൊന്നുപോലെ കാത്തു പരിപാലിച്ച കാലഘട്ടത്തെക്കുറിച്ച് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത്, അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, സ്വർഗീയ മന്ന. എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്വർഗീയ മന്ന ഭക്ഷിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. പൗലോസ് പറയുകയാണ്, അന്ന് അവർക്ക് അനുഗ്രഹം കൊടുത്തത് ക്രിസ്തുവാണ്. ഉത്ഥിതനായ കർത്താവിൻ്റെ അനുഗ്രഹമാണ് അവർക്ക് ലഭിച്ചത്. അങ്ങനെയാണ് അവർക്ക് അതിൽ നിലനിൽക്കുവാൻ, അല്ലെങ്കിൽ അവർക്കൊരു കൂട്ടായ്മയിൽ ജനമായിട്ട്, അഭിഷേകത്തിൻ്റെ ജനതയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചതെന്ന് പറയുന്നു. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാവരും മരുഭൂമിയിൽ വെച്ച് ചിതറിക്കപ്പെട്ടു. അവരെപ്പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാണ്. അവർ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധകരാകരുത്. പൗലോസ് പറയുകയാണ്, അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, ചിതറിക്കപ്പെട്ടു പോകുന്നു. അവർ മിക്കവരും തകർന്നു പോകുക. ഒരുമിച്ച് കൂടിയാണ് പോകുന്നത് എങ്കിലും അതിൽ ചില ആളുകൾ തകർന്നു പോകുക. അത് ദൈവത്തിൻ്റെ മഹാത്ഭുതം നേരിട്ട് കണ്ടിട്ടും ആ കൂട്ടായ്മയിൽ, പഴയ നിയമ ഇസ്രായേൽ ജനതയുടെ കൂട്ടായ്മയിൽ ദൈവത്തെ അനുഭവിക്കാത്ത ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവർ ചിതറിക്കപ്പെട്ടു പോയി. ദൈവം അവരിൽ പ്രസാദിച്ചില്ലെന്നാണ് പറഞ്ഞു. ദൈവം അവരുടെ കൂടെ പ്രസാദിച്ചില്ല, അവർ ചിതറിക്കപ്പെട്ടു പോകുന്നു. അതിന് കാരണങ്ങളാണ് പിന്നീട് പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ ചിതറിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് ദൈവം അവർ പ്രസാദിക്കാതിരുന്നത്, അവഗണിക്കപ്പെട്ടത് എന്നതിൻ്റെ കാരണമാണ് പിന്നീട് പൗലോസ് അപ്പോസ്തലൻ പറയുക. ഒന്നാമത്തെ കാരണം വിഗ്രഹ ആരാധന നടത്തിയെന്നാണ് പറയുന്നത്. അത് സത്യദൈവം പച്ചയ്ക്ക് കൺമുമ്പിൽ നിൽക്കുമ്പോൾ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുക,
വിഗ്രഹ പൂജയിൽ ഏർപ്പെടുന്ന ജനം, വിശ്വാസത്തിൽ നിന്നും വിട്ടുപോകുന്ന ജനം, ഈ കാലഘട്ടത്തിലുമുണ്ട് ഈ പ്രശ്നം. കർത്താവിൻ്റെ സഭയിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, തിരുവചനത്തിലൂടെ, അഭിഷേക ശുശ്രൂഷകളിലൂടെ ദൈവം ചരിത്രത്തിൽ വ്യക്തമായിട്ട് ഇടപെടുമ്പോഴും ഇപ്പോഴും അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്ന മക്കളോർത്തോളണം, ദൈവം പ്രസാദിക്കില്ല, നീ ചിതറിക്കപ്പെടും. സത്യദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങളിലും വ്യർത്ഥമായ ആരാധനയിലും പോകുന്ന മക്കളോർത്തോണം, നീ നിന്റെ കുടുംബം ചിതറിക്കപ്പെടാൻ പോവുകയാണ്. ദൈവത്തെ തിരസ്കരിക്കുന്ന ജനം തിരസ്കരിക്കപ്പെട്ടു പോവുകയാണ്. പക്ഷെ അതിന് ഇവിടെ പൗലോസ് പറയുന്നുണ്ട്, അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് മേഘത്തിലും എല്ലാം കടലിലൂടെ ഒക്കെ സ്നാനം സ്വീകരിച്ച് ഒറ്റ ജനതയായിട്ട് മരുഭൂമിയിലൂടെ ഒരുമിച്ചവർ പോകുകയാണ്. മോശെ അവർക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെയുണ്ട്. സ്വർഗീയ മന്ന കിട്ടുന്നുണ്ട്. ദൈവം അത്ഭുതകരമായ ഉറവയിലൂടെ ജലം കൊടുക്കുന്നുണ്ട്. ആത്മീയ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴവർ ആ ദൈവവിശ്വാസം, ഹൃദയത്തിൽ നിന്ന് ഏക ദൈവത്തിലുള്ള വിശ്വാസം എടുത്തു കളഞ്ഞോ ആ നിമിഷം തന്നെ തകർന്നു പോവുകയാണ്. കൊളോസസ് 3:5 വചനം നമുക്കറിയാം, വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസക്തി. ഇത് കാണാൻ പറ്റും. പല പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് പോലും ഒരുപാട് നാശം വരികയാ, തകർന്നു പോവുക. കാരണം എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ ധനാസക്തി കയറിയിരിക്കുക. പണം എന്തേലും കിട്ടിയിട്ടും തികഞ്ഞിട്ടില്ല, ജോലി കിട്ടിയിട്ടും തികഞ്ഞിട്ടില്ല, പ്രമോഷൻ കിട്ടാത്തതിന് കംപ്ലൈൻ്റ് ആണ്. സ്ഥലമുണ്ട്, വീടുണ്ട്, പോരാ, ഇതിന് പുതുക്കി പൊളിച്ചു പണിയണം. ബൈബിളിൽ പറയുന്ന ധനവാന്റെ ആഗ്രഹം പോലെ പൊളിച്ചു പണിയാൻ വേണ്ടി ശ്രമിക്കുന്ന മക്കള് ഈ പണം പൊളിച്ച് ഇത് പണം എനിക്ക് ഒത്തിരിയായി, ഇത് വലിയ വലിയ വീടുകൾ, കൊട്ടാരങ്ങൾ പണിയുക, വിഗ്രഹങ്ങൾ കയറുക. പക്ഷെ ഈ വിഗ്രഹം വരുമ്പോൾ ഇത് ജ്ഞാനസ്നാനം സ്വീകരിച്ചവനാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നീ ചിതറിക്കപ്പെടും. ദൈവം നിന്നിലും നിൻ്റെ കുടുംബത്തിലും പ്രസാദിക്കുകയില്ല എന്നുള്ള സത്യം നീ മറന്നു പോകരുത്. ഹൃദയത്തിൽ നീ അത് സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും അടുത്ത വചനം, അടുത്ത കാരണം പറയുകയാണ്. അവരിൽ പ്രസാദിക്കാതിരുന്നതിൻ്റെ അടുത്ത കാരണം പറയുന്നു, തിന്നാൻ അവർ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധകരാകരുത്. തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അവരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. അതെ, തിന്നുക, കുടിക്കുക, നൃത്തം ചെയ്യുക. ഈ കാലഘട്ടത്തിൽ കാണാം പല കുടുംബങ്ങളും തിന്നുക, കുടിക്കുക, നൃത്തം ചെയ്യുക. ഇത് ദൈവവിദ്വേഷത്തിൻ്റെ മേഖലയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാൻ പോവുകയാണ്. ആ ദൈവത്തിൻ്റെ സംരക്ഷണം കുടുംബങ്ങൾ നഷ്ടപ്പെടും. സങ്കീർത്തനം 91 കർത്താവിൻ്റെ സംരക്ഷണമുണ്ട്. ആ സംരക്ഷണം നഷ്ടപ്പെട്ടു പോവുക. പരിശുദ്ധ കുർബാനയിലൂടെ കിട്ടേണ്ട സംരക്ഷണമുണ്ട്, കിട്ടാതെ പോവുക. വിശുദ്ധ ബലിയിലൂടെ കിട്ടേണ്ട ഒരു വലിയൊരു സംരക്ഷണമുണ്ട്. ഒരു ബലി ഒരു ദേശത്ത് അർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ ദേശത്ത് വസിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും സുരക്ഷിതത്വം കിട്ടേണ്ടതാണ്. സാത്താൻ പിന്നെ അവരെ ആക്രമിക്കാൻ പാടില്ല. എന്നിട്ടും എന്തുകൊണ്ട് ആക്രമിക്കുന്നു? അതിന് കാരണമൊന്ന് മാത്രമാണ്, ഉള്ളിൽ വേറെ വിഗ്രഹമുണ്ട്. പുറമെ ബൈബിൾ പറഞ്ഞല്ലേ, അവരുടെ ഹൃദയം, അതായത് അവർ വാക്കുകൾ കൊണ്ട്, അവർ അധരങ്ങൾ കൊണ്ട് എന്നെ ആരാധിക്കുന്നു, അവരുടെ ഹൃദയമാകട്ടെ എന്നിൽ നിന്ന് വളരെ വിദൂരത്താണ്. അത് അനേക മക്കൾ ബാഹ്യമായ ആരാധന കർമ്മങ്ങളൊക്കെ വളരെ ഭംഗിയാണ്, കേൾക്കാൻ നല്ല സുന്ദരകരമായ, നല്ല മധുരകരമായ ശബ്ദങ്ങൾ, മധുരപരമായിട്ട് സംസാരിക്കുന്നു, നല്ല രസകരമായ പാട്ട്, നല്ല രസകരമായ ആരാധന. പക്ഷേ എവിടെയോ ഒരു കംപ്ലൈൻറ്റ്. എന്താണ് കംപ്ലൈൻറ്റ്? ഹൃദയം അങ്ങ് അടുക്കുന്നില്ല, ക്രൂശിതനോട് ചേരുന്നില്ല, ഗാഗൽത്താമലയോട് ചേരുന്നില്ല, ഉത്ഥിതനോട് ചേരുന്നില്ല, ദിവ്യകാരുണ്യവുമായിട്ട് ചേരുന്നില്ല, ഐക്യത്തിൻ്റെ ഒരു അഭിഷേകം കിട്ടുന്നില്ല. അതുകൊണ്ടായിരിക്കും റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-29 വചനം, എന്തെന്നാൽ ബാഹ്യമായ യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ, യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികമോ അല്ല, ആന്തരികമായ യഹൂദനായിരിക്കുന്നവനാ യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാ യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഹൃദയത്തിൽ നടക്കേണ്ട പരിച്ഛേദനമുണ്ട്. ഹൃദയത്തിൽ ചില മാറ്റങ്ങൾ വരണം. എന്താണ് പരിച്ഛേദനം? വിഗ്രഹങ്ങൾ പരിച്ഛേദിക്കുക, എടുത്തു കളയണം. ഹൃദയത്തിലുള്ള ധനത്തോടുള്ള ബന്ധം, അമിത ബന്ധം, പണത്തിനു വേണ്ടിയുള്ള ജീവിതം, പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും വേണ്ടി ഓടി നടക്കുമ്പോൾ ഉടനെ തകർന്നു പോവുകയാണ്. ഇന്ന് കുടുംബങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഈ വിഗ്രഹങ്ങൾ കയറിയിട്ട് ജീവിതത്തെ മുഴുവൻ തകർത്ത് കളയുക. ദൈവം പ്രസാദിക്കില്ല. ചില കുടുംബങ്ങൾ തിന്നുക, കുടിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. മദ്യപാനം, ആഘോഷം, അതിനെതിരെ പറയുന്നവർ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് മാറുകയാണ്. തിരുവചനത്തിൽ പറയുന്ന പോലെ, അതായത് വീഞ്ഞിനെക്കുറിച്ചും വീര്യമുള്ള പാനീയത്തെക്കുറിച്ചും ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കും എന്ന് ആര് പറയുന്നു? അവനായിരിക്കും ഈ ജനത്തിന് ചേർന്ന പ്രബോധകൻ എന്ന് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നിറയ്ക്കേണ്ട ഒരു മേഖലയാണ് ഉള്ളിൽ നിന്ന് വിഗ്രഹങ്ങൾ എടുത്തു കളയാം. വീണ്ടും അടുത്ത വചനം പറയുകയാണ്, അവരിൽ ചിലർ
വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അവർ ചിലർ ചെയ്തതുപോലെ കർത്താവിനെ പരീക്ഷിക്കരുത്. ജഡിക പാപം, 1 വിഗ്രഹ ആരാധന, 2 ജഡിക പാപം. വ്യഭിചാര, സ്വയംഭോഗ, സ്വർഗരതികൾ ഇവ ചെയ്യുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മക്കളോർത്തോളം ദൈവം പ്രസാദിക്കില്ല, ചിതറിക്കപ്പെടും, മരണം സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പല ക്രൈസ്തവരും ദൈവത്തിൻ്റെ വചനം, പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന വിശുദ്ധിയുടെ വചനം ഇതെടുത്ത് കളഞ്ഞിട്ട് തൻ്റെ സ്വന്തമായ ആധ്യാത്മികം ഉണ്ടാക്കുക. ഇതൊന്നും കുഴപ്പമില്ലെന്ന് പറയുന്ന ജീവിതങ്ങൾ, ജഡിക പാപങ്ങൾ ചെയ്യുന്നു, മദ്യപാനത്തിൽ വീഴുന്നു. ഇതിനകത്ത് പോകുമ്പോൾ ഇത് ദൈവവചനം ലംഘിച്ചുകൊണ്ട് ഓർത്തോണം. നേട്ടങ്ങൾ കൊയ്തെടുക്കുമ്പോൾ, പേരും പെരുമയും നേടിയെടുക്കുമ്പോൾ നഷ്ടം നീ അനുഭവിക്കേണ്ടി വരും. ദൈവം പ്രസാദിക്കില്ല. നിന്റെ കുടുംബത്തെ നോക്കി ദൈവം പ്രസാദിക്കില്ല. നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ മാരകപാപമാണിത്. 1 വിഗ്രഹാരാധന, 2 ജഡത്തിൻ്റെ പാപങ്ങൾ. ഇത് ചെയ്യുന്ന മക്കളോർത്തോളം ദൈവത്തിനെതിരെയാണ് നീങ്ങുന്നത്. ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ടാണ് അത്തരം ജീവിതങ്ങൾ നീങ്ങുക. വീണ്ടും വചനം പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 1 കൊറിന്തോസിൻ്റെ 10-ാം അധ്യായത്തിൽ പറയുന്ന അടുത്ത 9 മുതൽ വചനം, അവർ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പ് കടിയേറ്റു മരിച്ചു. അവർ ചിലർ പിറുപിറുത്ത പോലെ നാം പിറുപിറുക്കുകയും അരുത്. അവിടെ പറയുകയാണ്, പരീക്ഷിക്കരുത്, ദൈവത്തിനെതിരെ പിറുപിറുക്കരുത്, കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് അനേകം മക്കൾ ചിലപ്പോഴൊക്കെ കാണാൻ പറ്റും, ദൈവത്തെ പരീക്ഷിക്കുന്നത് കാണാൻ പറ്റും. ധ്യാന കേന്ദ്രങ്ങൾ വരുമ്പോൾ ഒരു അത്ഭുതം നടക്കാമെങ്കിൽ ഞാൻ മാനസാന്തരപ്പെടാം, ഒരു അടയാളം കാണാമെങ്കിൽ ഞാൻ ദൈവത്തിലോട്ട് വരാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ ദൈവമേ എന്ന് വിളിക്കാം. അടുത്ത വചനം പറയുക, ദൈവത്തെ പിറുപിറുക്കരുത്. പിറുപിറുത്തു എന്ന് അവർ പറയുന്നത്, അതായത് ഇസ്രായേൽ ജനം അവർ ചില പിറുപിറുത്തു പോലെ നാം പിറുപിറുക്കരുത്. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതികളെയും ദൈവത്തിൻ്റെ വചനത്തെയും പരിഹസിക്കരുത് മക്കളെ. പലപ്പോഴും നമ്മളൊക്കെ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം കാണുമ്പോൾ പരിഹസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വലിയൊരു തീരുമാനം എടുക്കണം. ദൈവത്തിൻ്റെ ഒരു സംസാരിക്കും, ദൈവദൂഷണം പറയില്ല. ചില മക്കളുണ്ട് സുവിശേഷത്തിനെതിരായിട്ട് പറയുന്നു, വിശുദ്ധർക്കെതിരായിട്ട് പറയുന്നു, സഭയ്ക്കെതിരായിട്ട് പറയുന്നു, കുമ്പസാരത്തിനെതിരായിട്ട് പറയുന്നു, കുമ്പസാരത്തിനെതിരായിട്ട് പറയുന്നു, വചനത്തിനെതിരായിട്ട് പറയുന്നു, ധ്യാനങ്ങൾക്കെതിരായിട്ട് പറയുന്നു. പിറുപിറുക്കുക. ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കെതിരായിട്ട് പിറുപിറുക്കുന്നത് കാണാൻ പറ്റും. അരുത് മക്കൾ, ഒരിക്കലും ചെയ്തുകൂടാ. അത് മാരകമായ പാപമാണ്, ഗൗരവമേറിയ പാപമാണ്. ദൈവം ചരിത്രത്തിൽ ഇടപെടും. ദൈവം തക്ക സമയത്ത് ദൈവം പ്രവർത്തിച്ചു കൊള്ളും. തമ്പുരാൻ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയും ദൈവമല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇമ്മാനുവലായ ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോയിട്ടില്ല, ഒരിക്കലും അവൻ അകന്നു പോകാനും പറ്റില്ല. ആ ദൈവത്തെ പരീക്ഷിക്കുന്ന, ആ ചോദ്യം ചെയ്യുന്ന ഈ നിലപാട് നമ്മൾ അവസാനിപ്പിക്കണം. അടുത്ത തിരുവചനം, അടുത്ത വചനമുണ്ട്, 11-ാമത്തെ വചനം. ഇതെല്ലാം അവർക്കൊരു താക്കീതായിട്ടാണ് സംഭവിച്ചത്, നമുക്കൊരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മളിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആകയാൽ നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. വലിയൊരു വചനമാണ്. നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഇനി ആരുടെ സഹായം എനിക്ക് ആവശ്യമില്ല, എനിക്കെല്ലാം അറിയാം, ഞാൻ തികഞ്ഞ വ്യക്തിയാണ്. ഇത് പറയാൻ തുടങ്ങുമ്പോഴാണ് വീഴ്ച തുടങ്ങാൻ പോവുക, താഴോട്ട് വീഴാൻ പോവുക, വിശുദ്ധിയുടെ അളവ് കുറയാൻ പോവുക, പ്രാർത്ഥനയുടെ തോത് കുറയാൻ പോവുക. ഈ അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന തകർച്ചകൾ. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 50, 30, 30 വചനം നമുക്കറിയാം. അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും. അകൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് പറയുകയാണ്, വിഗ്രഹ ആരാധനയിൽ നിന്ന് ഓടിയകലുവിൻ. വിവേകമതികളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ തന്നെ വിധിക്കുവിൻ. നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? അപ്പം ഒന്നേ ഉള്ളൂ. അതിനാൽ പലരായിരിക്കും നാം ഒരേ ഒരു ശരീരമാണ്.
എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗവാക്കുകളാണ്. ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരെ അവരെ നോക്കുവിൻ. ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിൽ ഭാഗഭാഗിത്യം. അതിനുശേഷം പറയുന്നുണ്ട്, വലിയൊരു വചനം പറയുകയാണ്, വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. വിജാതിയർ ബലിയർപ്പിക്കുന്ന പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുകളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചുകളുടെ പാനപാത്രവും കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചുകളുടെ മേശയിലും ഭാഗവാക്കുകളാകാൻ സാധിക്കുകയില്ല. കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ? നാം അവിടുത്തേക്കാൾ ശക്തരാണ്. പ്രിയപ്പെട്ടത് വലിയൊരു വചനമാണ്. അതായത് ആ കാലഘട്ടത്തെ മുന്നിൽ കൊണ്ടുകൊണ്ട് പറയുക, ചില മതങ്ങൾ, ആ നാളുകളിൽ ചില വിജാതീയ മതങ്ങളിൽ മനുഷ്യ കുരുതികളും ഒത്തിരി സംഭവിക്കാറുണ്ട്. വളരെ മ്ലേച്ഛമായ ആരാധനക്രമങ്ങൾ നടത്തിയിരുന്ന ഒരുപാട് സംഭവമുണ്ട്. മ്ലേച്ഛത നിറഞ്ഞ ആരാധനക്രമങ്ങൾ, ദൈവാരാധന ക്രമങ്ങൾ നടത്തുക, അതൊക്കെ പൈശാചിക ശക്തിയുടെ പ്രവർത്തനങ്ങളാണ്, മ്ലേച്ഛത നിറഞ്ഞ സംഭവങ്ങളാണ്. ഇവിടെ പറയുക, ഇത് പാടില്ല, വിശുദ്ധിയുടെ വഴിയിലൂടെ പോകണം. ദൈവജനത്തോട് പറയുക, നിങ്ങൾ വിഗ്രഹാരാധനയിൽ നിന്ന് മാറണം. 2, നിങ്ങൾ ശരീരങ്ങളെ വിശുദ്ധമായ ദേവാലയമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. 3, നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത്. 4, ദൈവത്തിനെതിരെ പെറുപെറുക്കരുത്. 5 ചിന്തിക്കണം, നിൽക്കുന്നവെന്ന് വീഴാതിരിക്കാൻ സൂക്ഷിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്, ഞാനല്ല എന്നെ നിർത്തിയത്, ദൈവമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. എപ്പോഴെല്ലാം എൻ്റെ കഴിവാ, എൻ്റെ ബുദ്ധിയാ, ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് താഴേക്ക് വീണു പോകുന്നത്. നാം അർപ്പിക്കുന്നത് കർത്താവിൻ്റെ ബലിയാണ്. ആ ബലിയിൽ പങ്കെടുക്കുന്നവൻ പിശാചിന് ബലി അർപ്പിക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപത്തിന് അടിമ വേല ചെയ്യാൻ പാടില്ല, തിന്മയ്ക്ക് അടിമ വേല ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഈ നമ്മുടെ ജീവിതത്തിൽ ഈ മേഖലയെല്ലാം നമുക്ക് പരിശോധിക്കാം. അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്യുന്ന മുഴുവൻ പാപങ്ങളോട് നമുക്ക് മാപ്പ് ചോദിക്കാം. കർത്താവ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഉള്ളിൽ നിന്ന് വിഗ്രഹങ്ങൾ, ധനത്തിൻ്റെയും പേരിൻ്റെയും പെരുമയുടെയും വിഗ്രഹങ്ങൾ, ഞാനെന്ന ഭാവം, സ്വാർത്ഥതയുടെ വിഗ്രഹം എടുത്തുകളയാം. എന്നിട്ട് നമുക്ക് ദൈവത്തിന് വിളിക്കാം. ഇന്ന് വലിയ വിടുതൽ സംഭവിക്കും. ഈ ആരാധന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക, തിന്മയുടെ ബന്ധനമുള്ള കുടുംബങ്ങൾക്ക് കർത്താവെ ഇന്ന് വലിയ വിടുതൽ കൊടുത്ത്, സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ, അങ്ങ് പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സഭയുടെ മക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളിൽ വിഗ്രഹമാണ്, ജഡിക പാപമാണ്, അശുദ്ധിയാണ്, ദൈവത്തെ പരീക്ഷിക്കുന്നവരാണ്, കള്ളത്തരം കാണിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ചിതറിക്കപ്പെടും. ദൈവം നമ്മിൽ പ്രസാദിക്കുകയില്ല. അതുകൊണ്ട് ഏറ്റവും താഴ്മയോടെ, അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുത്ത് വിടുതലിനായിട്ട് അപേക്ഷിക്കാം. കണ്ണീരൊഴുക്കൂ എൻ്റെ മകനേ, യേശുവിൻ്റെ മുൻപിൽ കണ്ണീരൊഴുക്കൂ, അനുതാപത്തിന്റെ എൻ്റെ മകനേ. ബന്ധനഴിയട്ടെ കുടുംബങ്ങളിൽ നിന്ന്, യേശുവിൻ്റെ മുൻപിൽ സാത്താൻ വിട്ടുപോകട്ടെ, എല്ലാ കുടുംബങ്ങളും വിട്ടുപോകട്ടെ. കണ്ണീരൊഴുക്കൂ എൻ്റെ മകനേ, വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കപ്പെടട്ടെ യേശുവിൻ്റെ മുൻപിൽ. ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ തകർന്നു പോകട്ടെ യേശുനാമത്തില്. കണ്ണീരൊഴുക്കൂ എൻ്റെ മകനേ, പാപകരമായ ബന്ധങ്ങൾ, പാപകരമായ സുഖങ്ങൾ വിട്ടുപോകട്ടെ. സാത്താനെ ബന്ധിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ശക്തിപ്പെടട്ടെ, എല്ലാ മക്കളും ശക്തിപ്പെടട്ടെ. ഇപ്പോൾ യേശുവിന്റെ മുൻപിൽ കണ്ണീരൊഴുക്കൂ, ഈ നിമിഷത്തിൽ സൗഖ്യപ്പെടട്ടെ. വിട്ടുപോകട്ടെ യേശുനാമത്തില്. യേശുവിന്റെ മുൻപിൽ കണ്ണീരൊഴുക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം അങ്ങ് ഇടപെടണമേ, സ്വയം ഇടപെടണമേ, സ്വയ ജീവിതങ്ങൾക്ക് മാനസാന്തരം കൊടുക്കണമേ. സ്വയം അങ്ങയുടെ കൂടെ നിൽക്കുന്ന മക്കൾ വിശുദ്ധി പാലിക്കാൻ അങ്ങ് ഇടവരുത്തണമേ. സ്വയം വിശുദ്ധിയില്ലാതെ ജീവിക്കുന്ന മക്കൾ, സഭയിൽ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉള്ളിൽ വിഗ്രഹം വെച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുകയും അധരം കൊണ്ട് മാത്രം അങ്ങേ സ്തുതിക്കുകയും അധരം കൊണ്ട് മാത്രം ആരാധന നടത്തുകയും ചെയ്യുന്ന മുഴുവൻ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്ന കർത്താവേ. ഹൃദയം സമർപ്പിക്കാത്ത മക്കൾക്ക് വേണ്ടി മാപ്പി ചോദിക്കുന്നു. ആത്മാർത്ഥമായ സമർപ്പണം നടത്താത്ത മക്കൾക്ക് വേണ്ടി മാപ്പി ചോദിക്കുന്ന കർത്താവേ, കരുണയായിരിക്കണേ കർത്താവേ. ഇതിൻ്റെ വലിയ കരുണ മക്കളുടെ ഭക്ഷിക്കണേ കർത്താവേ. ജഡിക പാപങ്ങൾ ചെയ്ത് ജഡിക പാപം അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പി ചോദിക്കുന്ന കർത്താവേ, കരുണയായിരിക്കണേ കർത്താവേ. കർത്താവേ, വിടുതൽ കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തം ഒന്ന് കൊടുക്കണമേ കർത്താവേ.
യോഹന്നാൻ 19:34 കർത്താവെ, അങ്ങയുടെ ചങ്കിൽ ഒഴുകുന്ന ചോരയും ജലവും കൊണ്ട് പാപികളെ കഴുകണേ കർത്താവെ, വിശുദ്ധീകരിക്കണമേ. സഭയുടെ കൂട്ടായ്മയിലിരിക്കുന്ന മക്കൾ വിശുദ്ധിയിൽ ജീവിക്കാൻ അങ്ങ് ഇടവരുത്തണേ കർത്താവെ, ഇടവരുത്തണമേ കർത്താവെ. കർത്താവെ, അങ്ങ് പരീക്ഷിക്കുന്ന മക്കൾ, ദൈവദൂഷണം പറയുന്ന മക്കൾ, സുവിശേഷത്തിനെതിരെ പറയുന്ന മക്കൾ, അങ്ങയുടെ കുരിശു മരണത്തെ പരിഹസിക്കുന്ന മക്കൾ, അങ്ങയുടെ തിരുക്കുരിശിനെ അപമാനിക്കുന്ന മക്കൾ, തിരുസഭയെ പരിഹസിക്കുന്ന മക്കൾ, വിശുദ്ധ കുർബാനയെ പരിഹസിക്കുന്ന മക്കൾ, ദൈവമേ, അവർക്കിടയിലെല്ലാം നിങ്ങൾ ക്ഷമ ചോദിക്കുന്നു കർത്താവെ. അങ്ങയുടെ ശക്തമായ പ്രവർത്തനം ഈ കാലഘട്ടത്തിലുണ്ട്. കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ 24 മണിക്കൂറൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ കാണാൻ പറ്റുന്നില്ല. അന്ധത ബാധിച്ച് ഞങ്ങളുടെ ആ മനസ്സിന്റെ കണ്ണുകളെ കർത്താവെ അങ്ങ് തുറക്കണേ കർത്താവെ. ഓരോ ദിനത്തിലും പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങ് സംസാരിക്കുന്നുണ്ട്, പല വ്യക്തികളോട് സംസാരിക്കുന്നുണ്ട്, തിരുവചനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഞങ്ങൾ കേൾക്കുന്നില്ല കർത്താവെ. ഞങ്ങളുടെ ചെവി ഞങ്ങൾ അടച്ചു വെച്ചിരിക്കുക. അങ്ങയുടെ വചനം കേൾക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല കർത്താവെ. ലോകത്തിന്റെ വാക്ക് കേൾക്കാൻ ഞങ്ങളുടെ ചെവി തുറന്നിട്ട് അങ്ങയുടെ വചനത്തിന്റെ മുമ്പിൽ ചെവി അടച്ചു വെച്ചിരിക്കുന്ന ജനമാണ് കർത്താവെ. മാപ്പി ചോദിക്കുന്നു, കരുണയായിരിക്കണമേ. അങ്ങേ പരീക്ഷിക്കുന്ന സ്വഭാവത്തിൽ മാറിയിട്ട് അങ്ങേ സ്നേഹിക്കുന്ന, അങ്ങേ ആരാധിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ, രൂപപ്പെടുത്തണമേ കർത്താവെ. കർത്താവെ, കരുണയായിരിക്കണമേ. പിറുപിറുക്കുന്ന മക്കളാണ് ഞങ്ങൾ പലരും പിറുപിറുക്കും ദൈവമേ. അങ്ങ് ചെയ്യുന്ന പ്രവർത്തികളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കർത്താവെ. ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാനുള്ള കൃപ തരണം കർത്താവെ. കർത്താവ്, ഈ സമയത്ത് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളുടെ ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹമാക്കി മാറ്റണമേ. ഹൃദയങ്ങളിലുള്ള പാപത്തിൻ്റെ വിഗ്രഹങ്ങൾ, ധനത്തിൻ്റെ വിഗ്രഹങ്ങൾ, ചില പാപബന്ധങ്ങളുടെ വിഗ്രഹങ്ങൾ അത് ഇപ്പം തന്നെ നീങ്ങിപ്പോകട്ടെ, തകർക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു കർത്താവെ. അങ്ങയുടെ ശക്തി വർഷിക്കണമേ കർത്താവെ. ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ പ്രവർത്തനം ഉണ്ടാകണമേ. ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദിവ്യകാരുണ്യീശോയെ, ദിവ്യകാരുണ്യീശോയെ, ഈ തിരുവോസ്തി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളിലേക്ക് ഒഴുകണമേ, നിറയണമേ. വലിയ സൗഖ്യങ്ങളുണ്ടാകട്ടെ. ഓരോ വ്യക്തിയുടെയും കൈകാലുകളിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, ബന്ധനം അഴിയട്ടെ, രോഗങ്ങൾക്ക് ഇട്ടഴിഞ്ഞു പോകട്ടെ, പാപത്തിന്റെ സുഖങ്ങൾ വിട്ടു, പാപത്തിന്റെ ബന്ധനം അഴിയട്ടെ, അശുദ്ധി വിട്ടു പോകട്ടെ, വിശുദ്ധി കൊണ്ട് പൊതിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. വീണ്ടും അനുഗ്രഹിക്കണം കർത്താവെ. കൃപയെടുക്കണം, കൃപയെടുക്കണമേ. കരങ്ങൾ ഉയർത്തി ദൈവമേ നന്ദി കർത്താവെ. സ്തുതിക്കുന്ന കർത്താവെ, ഇടപെടൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.